Hello my dear students, welcome back to Business Regulations. Last module, last session ആണ് നമ്മളുടെ. ഇനി ഒന്ന് രണ്ട് സെഷൻസോട് കൂടിയിട്ട് നമ്മളുടെ ഈ ഒരു ടോപ്പിക്കും നമ്മുടെ സബ്ജക്റ്റും കഴിയും. ഓക്കെ, നമുക്ക് കഴിഞ്ഞ സെഷൻ്റെ കണ്ടിന്യൂഷനാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വിവര അവകാശ നിയമം 2005 അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ആദ്യം പറയുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലും അതുപോലെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളും കൂടിയാണ്. ഓക്കെ, സോ എല്ലാ പൗരനും ഈ പറയുന്ന റൈറ്റ് ടു ഇൻഫർമേഷൻ ഈ ഒരു അവകാശത്തിന് അർഹനാണ്. ഓക്കെ, സോ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ഇൻഫർമേഷൻസും റെക്കോർഡിക്കലായിട്ടുള്ളത്, ഡോക്യുമെൻറ്റഡ് ആയിട്ടുള്ളത്, ഇമെയിലിൽ, സർക്കുലറായിട്ട്, പ്രസ് റിലീസ്, ഇലക്ട്രോണിക് ഡേറ്റ, അങ്ങനെ ഏത് രീതിയിലുള്ള ഇൻഫർമേഷൻസും ഇവിടെ ഈ ഇൻഫർമേഷനിൽ ഉൾപ്പെടുന്നതാണ്. ഇനി നമ്മളുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതിൻ്റെ ഇൻസ്പെക്ഷൻ, അത് വർക്കിനെ കുറിച്ചുള്ള ഇൻസ്പെക്ഷൻ. ഇപ്പം ഒരു പഞ്ചായത്തിൽ റോഡ് പണി നടന്നു, അപ്പോൾ ആ റോഡ് പണി നടന്നതിനെ കുറിച്ചുള്ള ഡോക്യുമെൻറ്റ്സ് അവിടെ ഉണ്ടാവും, അപ്പോൾ അത് ഇൻസ്പെക്റ്റ് ചെയ്യാം. അതുപോലെ ഡോക്യുമെൻറ്റ്സ് ഇൻസ്പെക്റ്റ് ചെയ്യാം, എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഡോക്യുമെൻറ്റ് റെക്കോർഡ്സ് ഇൻസ്പെക്റ്റ് ചെയ്യാം, ഏതെങ്കിലും സർട്ടിഫൈഡ് കോപ്പീസിൻ്റെ ഇൻസ്പെക്ഷൻ അത് നടത്താം. പിന്നെ നമുക്ക് ഡിസ്കറ്റ്സ്, ഫ്ലോപ്പീസ്, ടേപ്സ്, വീഡിയോ കാസറ്റ്സ്, ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന പെൻ ഡ്രൈവിൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിലൊക്കെ നമുക്കിത് ഇൻഫർമേഷൻസ് കോപ്പി ചെയ്തെടുക്കാം. ഓക്കെ, പിന്നെ ഒരു വ്യക്തി, ഒരു സിറ്റിസൺ ഏതെങ്കിലും ഒരു ഇൻഫർമേഷനെ കുറിച്ചിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് 30 ദിവസത്തിനുള്ളിൽ, ആ ആപ്ലിക്കേഷൻ കൊടുത്ത ദിവസം തൊട്ട് 30 ദിവസത്തിനുള്ളിൽ ആ ഇൻഫർമേഷൻ കിട്ടിയിരിക്കും. അയാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടോ അയാൾക്ക് അയാളുടെ ജീവിതത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചുള്ളൊരു ഇൻഫർമേഷൻ ആണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ അത് അയാൾക്ക് കിട്ടിയിരിക്കണം എന്നാണ്. ദാറ്റ് മീൻസ് 2 ദിവസത്തിനുള്ളിൽ കിട്ടിയിരിക്കണം. ഇപ്പോൾ ഏതെങ്കിലും അയാളുടെ സ്ഥലത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ അയാളുടെ ഏതെങ്കിലും സാഗരജംഗമ വസ്തുക്കളെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ, അതൊക്കെ ഓരോ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലേ. അപ്പോൾ അതിനൊക്കെ നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ അതിനുള്ള ഇൻഫർമേഷൻ കിട്ടിയിരിക്കണം. പിന്നെ എല്ലാ പബ്ലിക് അതോറിറ്റി ഈ പറയുന്ന ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അത് അവർക്ക് നമ്മൾ ഈ പറയുന്ന സിറ്റിസൺസ് ഒരു അപേക്ഷ കൊടുക്കണം. അത് ഇലക്ട്രോണിക് മീഡിയ കൂടെ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് റിട്ടേൺ ആയിട്ടും കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ചില ഇൻഫർമേഷൻസ് പ്രോഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ അല്ലാതെ ഇപ്പോൾ തേർഡ് പാർട്ടിക്ക് വേണ്ട ഇൻഫർമേഷൻസിലും റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇൻഫർമേഷൻ ചോദിച്ചിട്ട് അത് വേണ്ട രീതിയിൽ തന്നില്ല, അതിനുള്ള ഡിസിഷൻസ് നമ്മുടെ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ, സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ അതിനുള്ള ഡിസിഷൻ തരില്ല എന്നുള്ള കാരണം കാണിച്ച് അതിനുള്ള എന്തെങ്കിലും അപ്പീൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ അപ്പീൽ ആ കമ്മീഷനിൽ തന്നെ സീനിയർ റാങ്കിലുള്ള ആൾക്കാർക്ക് കൊടുക്കാം. ഓക്കെ, പിന്നെ ഇനിയിപ്പം ഈ പറയുന്ന ആപ്ലിക്കേഷൻ നമ്മളൊരു ഇൻഫർമേഷൻ ചോദിച്ചിട്ട് ആ ആപ്ലിക്കേഷൻ തരുന്നില്ല, കാരണം വേണ്ടത്ര ബോധ്യപ്പെടാത്ത കാരണങ്ങൾ പറഞ്ഞിട്ട് അവർ റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള പെനാൽറ്റി അവർ തരേണ്ടതാണ്. ഒരു ദിവസം 250 വെച്ചിട്ട് പെനാൽറ്റി തരണം. അത് 25,000 രൂപ എക്സീഡ് ചെയ്യാനും പാടില്ല. ഓക്കെ, പിന്നെ നമ്മുടെ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ, സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ, അതായത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ഉണ്ടാക്കേണ്ടത്. പിന്നെ ഈ പറയുന്ന നമ്മുടെ ഇൻഫർമേഷൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്റ്റിൽ നമ്മുടെ വിവരാവകാശത്തിൽ കോർട്ടുകൾക്ക് യാതൊരു സ്ഥാനമില്ല. നമുക്ക് കോർട്ടിൽ ഫയൽ ചെയ്യാൻ പറ്റില്ല കേസുകൾ, അപ്പീലൊക്കെ ഈ കമ്മീഷനിൽ തന്നെയാണ് പ്രൊസീഡ് ചെയ്യേണ്ടത്. ഇനി നമ്മളുടെ ഈ ഒരു ആക്ട് അനുസരിച്ച് നമ്മളുടെ ഓരോ പൗരൻ്റെയും അവകാശങ്ങൾ എന്താണ്, ഏത് തരത്തിലുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ടും അവർക്ക് ഇപ്പം നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള ഇൻഫർമേഷനാണ് പറഞ്ഞത് ആ രീതിയിലുള്ള എല്ലാ ഇൻഫർമേഷൻസിനെ കുറിച്ചുള്ള റിക്വസ്റ്റ് ഏത് പൗരനും കൊടുക്കാം, അതിന് കോപ്പീസ് എടുക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് അത് ഇൻസ്പെക്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. പിന്നെ ഏതെങ്കിലും സർട്ടിഫൈഡ് സാമ്പിൾസ് ഓഫ് മെറ്റീരിയൽ ഓഫ് വർക്ക് ഉണ്ടെങ്കിൽ അത് എടുക്കാനുള്ള അവകാശം അവർക്ക് ഉണ്ട്.
ഓക്കെ, നമ്മളുടെ ആ സിറ്റിസൺസിന് ഇൻഫർമേഷൻസ് പ്രിൻ്റ് ഔട്ട് എടുക്കാം, അതുപോലെ ഏതെങ്കിലും ഡിവൈസസിൽ കോപ്പി ചെയ്യാം. ഓക്കെ, ഇപ്പം ഇതൊക്കെയാണ് നമ്മുടെ സിറ്റിസൺസിന് വരുന്ന റൈറ്റ്സ്. ഇനി നമ്മുടെ പബ്ലിക് അതോറിറ്റീസ്, ഈ ഇൻഫർമേഷൻ തരേണ്ട പബ്ലിക് അതോറിറ്റീസിൻ്റെ ബാധ്യതകൾ എന്തൊക്കെയാണ്? അവരാദ്യം എന്താണ്, അവരുടെ അടുത്തുള്ള എല്ലാ ഇൻഫർമേഷൻസിൻ്റെ റെക്കോർഡ്സും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അത് പ്രോപ്പറായിട്ട് കാറ്റലോഗ് ചെയ്ത് ഇൻഡെക്സ് ചെയ്ത് കറക്റ്റ് മാനറിൽ നമ്മുടെ ഈ പറയുന്ന ആക്ട്, ഈ നിയമം, വിവര അവകാശ നിയമം പറയുന്ന രീതി അനുസരിച്ച് വേണം അവരെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ, റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ. പിന്നെ കമ്പ്യൂട്ടറൈസേഷൻ ഓഫ് റെക്കോർഡ്സ്, അതുപോലെ തന്നെ ഈ റെക്കോർഡ്സ് ഇപ്പോൾ നമുക്കെല്ലാം കമ്പ്യൂട്ടർവൽക്കരിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് വിത്തിൻ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ എല്ലാം സേവ് ചെയ്ത് വെക്കേണ്ടത് അവരുടെ ബാധ്യതയാണ്. ഓക്കെ, പിന്നെ ഈ പറയുന്ന പ്രൊആക്റ്റീവ് ഡിസ്ക്ലോഷർ ഓഫ് ഇൻഫർമേഷൻ, ഈ പറയുന്ന നമ്മളുടെ ആക്ട് പ്രകാരം പബ്ലിക് അതോറിറ്റീസിൻ്റെ ഒരു ഓഫീസ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ 120 ദിവസത്തിനുള്ളിൽ ഈ നിയമത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവിടെ പബ്ലിഷ് ചെയ്യണം. അതായത് ഈ സംരംഭത്തിൻ്റെ പ്രത്യേകത എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്താണ്, ഡ്യൂട്ടീസ് എന്താണെന്നുള്ളത് അവിടെ ഓഫീസിൽ വ്യക്തമാക്കിയിരിക്കണം. പിന്നെ ഓരോ ഓഫീസേഴ്സിൻ്റെയും എംപ്ലോയീസിൻ്റെയും പവർ ആൻഡ് ഡ്യൂട്ടി എന്താണെന്നുള്ളത് വെളിപ്പെടുത്തിയിരിക്കണം. പിന്നെ ആരൊക്കെയാണ് ഡിസിഷൻ മേക്കിങ്ങിലുള്ളത്, അതിൻ്റെ ചാനൽസ് എങ്ങനെയാണ്, അതാരാണ് സൂപ്പർവൈസ് ചെയ്യുന്നത്, ആരൊക്കെയാണ് അതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഉള്ളത്, അത് വ്യക്തമാക്കിയിരിക്കണം. പിന്നെ ഇപ്പോൾ ഓരോരുത്തരുടെയും ഡിസ്ചാർജ് ചെയ്യേണ്ട ഫങ്ഷൻസ്, ഡിസ്ചാർജ് ചെയ്യേണ്ട നോംസ്, സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണെന്നുള്ളതും കൂടി അവിടെ വ്യക്തമാക്കിയിരിക്കണം. ഇപ്പം നമ്മൾ ഈ പറയുന്ന പബ്ലിക് ഓഫീസേഴ്സ് ഉള്ള ഓരോ ഓഫീസിൽ അവരുടെ ഈ ആക്ട് അനുസരിച്ചുള്ള ഓരോ എംപ്ലോയീസിൻ്റെയും അതോറിറ്റീസിൻ്റെ റൂൾസ്, റെഗുലേഷൻസ്, ഇൻസ്ട്രക്ഷൻസ്, ഇതെല്ലാം അതിൻ്റെയൊക്കെ പ്രോപ്പർ മാനുവൽസ്, റെക്കോർഡ്സ് അത് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സിൻ്റെയൊക്കെ കാറ്റഗറിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത് എപ്പോഴും അവരുടെ കൺട്രോളിലുണ്ടായിരിക്കണം. പിന്നെ എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ്, എന്തെങ്കിലും ഒരു കൺസൾട്ടേഷന് വേണ്ടിയിട്ട് നമ്മുടെ പബ്ലിക് ആൾക്കാരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പോളിസീസ് ഉണ്ടാക്കാനായിട്ടുള്ള സംവിധാനങ്ങളിൽ അതിനെക്കുറിച്ചുള്ള എല്ലാ രൂപരേഖകളും, പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ബോർഡിൻ്റെ, കൗൺസിലിൻ്റെ, കമ്മിറ്റീസിൻ്റെ, മറ്റുള്ള ബോഡീസിൻ്റെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്, അവരെന്തൊക്കെയാണ് അഡ്വൈസ് തന്നിട്ടുള്ളത്, എപ്പോഴൊക്കെ മീറ്റിംഗ്സ് നടത്തിയിട്ടുണ്ട്, എന്തൊക്കെയാണ് നമ്മൾ പബ്ലിക്സിനോട് അറിയിച്ചിട്ടുള്ളത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻസ്. പിന്നെ നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഓഫീസേഴ്സിൻ്റെയും എംപ്ലോയീസിൻ്റെയും ഡയറക്ടറി, പിന്നെ ഈ ഓഫീസേഴ്സും എംപ്ലോയീസും ഒക്കെ ഓരോ മന്തിലും അവർ കൈപ്പറ്റിയിട്ടുള്ള റെമ്യൂണറേഷൻ, അവർക്കുള്ള കോമ്പൻസേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം അടങ്ങുന്ന റെക്കോർഡ്സ്, ഇതെല്ലാം ഈ പറയുന്ന പബ്ലിക് ഓഫീസേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്, അവരുടെ ബാധ്യതയാണ് ഇതൊക്കെ. ഇപ്പോൾ ഈ പറയുന്ന അവകാശത്തിന് റിലേറ്റഡ് ആയിട്ട് ഏതെങ്കിലും ഏജൻസിക്ക് വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലും ബഡ്ജറ്റ്സ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് അതിനുള്ള പ്ലാൻസ്, അതിനുള്ള എത്രമാത്രം എക്സ്പെൻഡിച്ചേഴ്സ്, അത് എങ്ങനെയൊക്കെയാണ് ഡിസ്പേഴ്സ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട്സ് എല്ലാം ഇവർ പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഒരു സബ്സിഡി പ്രോഗ്രാംസ് ഇവർ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെവിടെയാണ് അലോക്കേറ്റ് ചെയ്തത്, അത് ആർക്കാണ് പ്രയോജനപ്പെടുത്തുന്നത്, അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡോക്യുമെൻ്റ് ചെയ്യുക. പിന്നെ ഈ പറയുന്ന എന്തെങ്കിലും കൺസെഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, പെർമിറ്റ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും അതോറിറ്റേറിയൻ ആയിട്ടുള്ള ഗ്രാൻഡുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള റെസിപ്റ്റ്സ് പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ഈ പറയുന്ന പോലെ ഇൻഫർമേഷൻസ് ഇതുവരെ കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ്, അവൈലബിൾ ആയിട്ടുള്ള എന്തൊക്കെ ഇൻഫർമേഷൻസ് ഉണ്ട്, ഇതൊക്കെ ഇലക്ട്രോണിക് ഫോമിലും മെയിൻറ്റെയിൻ ചെയ്യുക.
പിന്നെ നമ്മുടെ സിറ്റിസൻസിന് പ്രത്യേകം ഫെസിലിറ്റീസ് അവർക്ക് ഈ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഫെസിലിറ്റീസിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പർട്ടിക്കുലേഴ്സും അവിടെ വ്യക്തമാക്കുക. ഈ പറയുന്ന ഓഫീസ് അവേഴ്സ്, വർക്കിംഗ് അവേഴ്സ് എപ്പോഴൊക്കെയാണ്, റീഡിംഗ് റൂമിൻ്റെ ഫെസിലിറ്റീസ് എല്ലാം പബ്ലിക് യൂസിനായിട്ടുള്ളത് സൗകര്യപ്പെടുത്തി കൊടുക്കുക. പിന്നെ നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസേഴ്സിൻ്റെ പേര്, ഡെസിഗ്നേഷൻ, മറ്റുള്ള പർട്ടിക്കുലേഴ്സ് വെളിപ്പെടുത്തുക. പിന്നെ മറ്റുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള രീതിയിൽ എല്ലാ വർഷവും പബ്ലിക്കേഷൻ നടത്തുക, ഈ പറയുന്ന ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. സുമോട്ടോ ഡിസ്ക്ലോഷർ. എന്താണ് സുമോട്ടോ? സുമോട്ടോ മീൻസ് ഓൺ ഇറ്റ്സ് ഓൺ. അത് അങ്ങനെ തന്നെ, അത് ആ രീതിയിൽ തന്നെ. അതായത് എപ്പോഴും നമ്മളുടെ ഈ പബ്ലിക് അതോറിറ്റീസ് അവർ സ്ഥിരമായിട്ട് തന്നെ എന്ത് ചെയ്യണം, ഈ പറയുന്ന പ്രൊആക്റ്റീവ് ഡിസ്ക്ലോഷർ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, ആ സ്ഥാപനം തുടങ്ങി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഒരുപാട് ഇൻഫർമേഷൻസ് പബ്ലിക് അതോറിറ്റീസ് തന്നെ റെഗുലർ ഇൻ്റർവെൽസിൽ പബ്ലിക്കിനെ ഇൻഫോം ചെയ്തിരിക്കണം. അപ്പോൾ പബ്ലിക്കിന് അവരുടെ മിനിമം എഫേർട്ട് കൊണ്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അവരെപ്പോഴും ഈ പറയുന്ന റൈറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അങ്ങനെ വരുമ്പോൾ. സോ എല്ലാ ഇൻഫർമേഷൻസും ഈ പബ്ലിക് അതോറിറ്റിക്ക് തോന്നുകയാണ് ഇപ്പം ഇന്ന ഇൻഫർമേഷൻസ് നമ്മുടെ പബ്ലിക്കിനെ യഥാസമയം അറിയിച്ചിരിക്കണം എന്ന് തോന്നുന്ന അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് റെഗുലർ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ ഒരു മുടക്കം കൂടാതെ എല്ലാ ഇൻഫർമേഷൻസും അവർ വളരെ വൈഡ് സ്പ്രെഡായിട്ട് അറിയിച്ചിരിക്കണം. അപ്പോൾ എല്ലാ പബ്ലിക്സിനും ഈസിലി ആക്സസബിൾ ആവുന്ന രീതിയിൽ. അപ്പോൾ പിന്നെ ഈ സിറ്റിസൺസിന് എപ്പോഴും ഈ പറയുന്ന റൈറ്റ് ടു ഇൻഫർമേഷൻ അവകാശം എടുക്കേണ്ട കാര്യമില്ല. അതിനെയാണ് നമ്മൾ സുമോട്ടോ ഡിസ്ക്ലോഷർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, വാട്ട് ഈസ് സുമോട്ടോ ഡിസ്ക്ലോഷർ? സോ ഈ പറയുന്ന എല്ലാ മെറ്റീരിയലും ഇതുപോലെ തന്നെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് അറിയിക്കുമ്പം അത് കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് ആവുന്ന രീതിയിലും കൂടെ നോക്കണം. എല്ലാ ലോക്കൽ ലാംഗ്വേജിലും അത് വളരെ ഇഫക്റ്റീവായിട്ടുള്ള മെത്തേഡിലായിരിക്കണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ആ ഇൻഫർമേഷൻ വളരെ ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിൽ ഇപ്പോൾ ഇലക്ട്രോണിക് ഫോമാറ്റിൽ നമ്മുടെ സെൻട്രൽ പബ്ലിക്കേഷൻ ഇൻഫർമേഷൻ ഓഫീസറോ സ്റ്റേറ്റ് പബ്ലിക്കേഷൻ ഇൻഫർമേഷൻ ഓഫീസറോ അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ കോസ്റ്റ് മീഡിയം പ്രിൻ്റ് കോസ്റ്റ് പ്രൈസ് അതൊക്കെ വളരെ മിനിമത്തിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അതാണ് സുമോട്ടോ ഡിസ്ക്ലോസർ. ഇനി മെത്തേഡ് ഓഫ് സീക്കിംഗ് ഇൻഫർമേഷൻ. ഇപ്പോൾ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻഫർമേഷൻ വേണമെങ്കിൽ അവർക്ക് ഒരു റിട്ടേൺ ഫോമിൽ റിക്വസ്റ്റ് എഴുതാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീൻസിൽ ഇപ്പോൾ നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് ഇമെയിൽ അയക്കുക എന്തെങ്കിലും ചെയ്യാം. അത് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ അല്ലെങ്കിൽ ഏതാ നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആ ഏരിയയിൽ ആ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ സ്പെസിഫൈ ചെയ്യുന്ന ആ ഏരിയയിലുള്ള ലാംഗ്വേജിനനുസരിച്ച് ആ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഈ സിറ്റിസൺസ് എന്ത് ഇൻഫർമേഷനാണ് വേണ്ടത്, അതിനുള്ള റിട്ടേൺ ആപ്ലിക്കേഷനിൽ അത് എന്ത് ഇൻഫർമേഷൻ വേണം എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞ് കൊടുക്കാം. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ കൂടെ തന്നെ ഒരു പ്രിസ്ക്രൈബ് ഫീസ് ഉണ്ടാവും, അതും കൂടി പേ ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത്. BPL-കാർക്ക് ഫീസില്ല. ഓക്കെ, ഇപ്പം ഈ ആപ്ലിക്കൻ്റ് ഇതുപോലെ ഇൻഫർമേഷൻ വേണമെന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂടെ എന്തിനാണ് ഈ ഇൻഫർമേഷൻ വേണ്ടത് ആ റീസൺ വ്യക്തമാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ അയാളുടെ അയാളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കൂടാതെയുള്ള വേറെ ഒരുപാട് പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും അയാൾ കൊടുക്കേണ്ടതും ആവശ്യമില്ല. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി അയാൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സിറ്റിസൺ ഒരു ആപ്ലിക്കേഷൻ ഒരു പബ്ലിക് അതോറിറ്റി എടുത്ത് റിക്വസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് അയാൾ വേറൊരാളത് ഹെൽഡ് ചെയ്ത് വെക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ പബ്ലിക് അതോറിറ്റി അത് ഹെൽഡ് ചെയ്ത് വെക്കുകയാണ്. കാരണം അതിലുള്ള സബ്ജക്റ്റ് മാറ്റർ വേറൊരു പബ്ലിക് അതോറിറ്റിയുടെ ഫങ്ഷനുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ, ഓക്കെ, അപ്പം ആ രീതിയിൽ വരുമ്പം സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ആപ്ലിക്കേഷൻ ഇവരൊന്നും ബന്ധമില്ലാതെ വേറൊരു പബ്ലിക് അതോറിറ്റിക്ക് കൈമാറാം. ഓക്കെ, അത് പെട്ടെന്ന് തന്നെ നമ്മൾ കൈമാറണം. ആസ് ഏർലി ആസ് പോസിബിൾ, അത് 5 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ അത് കൈമാറി ഇരിക്കണം. അപ്പോഴേ നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ പെട്ടെന്ന് പ്രോസസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ,
അതായത് ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മളൊരു റിക്വസ്റ്റ് കൊടുത്തു, അപ്പോൾ ഒരു പബ്ലിക് അതോറിറ്റി ആ റിക്വസ്റ്റ് സ്വീകരിച്ച് അതിനുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ആക്സസ് ചെയ്ത് എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ അതേ സിമിലർ ഇൻഫർമേഷൻസ് വേറൊരാളെ അപേക്ഷിച്ചിട്ട് അയാളത് ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് അയാൾ അവിടെ ഹെൽഡ് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പിന്നെ ഡിലേ ആണ് വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ വേറെ ഫ്രീ ആയിട്ടുള്ള പബ്ലിക് അതോറിറ്റിക്ക് അത് കൊടുത്തിട്ട് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഈ പറയുന്ന റൈറ്റ്സിൽ, അവകാശത്തിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് എപ്പോഴും വളരെയധികം യൂസ്ഫുൾ ആണ് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അതുപോലെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലായാലും വിവരാവകാശ നിയമം എന്താണെന്നും ഏതൊക്കെ രീതിയിൽ ഇത് ഉപയോഗിക്കാം എന്നൊക്കെ നമുക്ക് ഈ ഒരു ലെസണിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ.